മെയ് 9, 2025. ഈ തീയതി ആര് മറന്നാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മറക്കത്തില്ല. കാരണം മെയ് 9 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലെ നൂർ ഖാൻ എയർബേസ് ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ കിരാന ഹിൽസിലേക്കും ഇന്ത്യയുടെ ആക്രമണം നടന്നു. ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിക്കപ്പെട്ടു. അവിടെ ആണവ ചോർച്ചയുണ്ടായി എന്ന് പറയപ്പെടുന്നു. അമേരിക്കയുടെ ആണവ ചോർച്ച കണ്ടെത്തുന്ന പ്രത്യേക വിമാനം അവിടെ പറക്കുന്നത് അന്താരാഷ്ട്ര സൈറ്റുകളിൽ വന്നു. ഈജിപ്തിലെ നൈൽ നദീക്കരയിലുള്ള പ്രത്യേകതരം ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ള മണ്ണുമായിട്ടുള്ള ട്രാൻസ്പോർട്ട് വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങി. അത് കിരാന ഹിൽസിലേക്ക് ആ മണ്ണ്, റേഡിയോ വികിരണ ചോർച്ച തടയുന്ന മണ്ണുമായിട്ട് ആ വിമാനത്തിൽ നിന്ന് ചരക്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. അപ്പോൾ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത്, അതിനുശേഷം CIA ഒരു ഏജൻറ്റ് നടത്തിയ വെളിപ്പെടുത്തൽ ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു. കാരണം നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ആണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അത് അമേരിക്കയുടെയാണ്. അവിടെ പാകിസ്ഥാൻ്റെ ജനറലായിട്ടുള്ള ഇപ്പോഴത്തെ ഫീൽഡ് മാർഷലായ അസിം മുനീറിന് പോലും പ്രവേശനമില്ല. അവിടെ പാകിസ്ഥാൻ പട്ടാളം, പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ, പാകിസ്ഥാൻ്റെ സൈനിക സന്നാഹങ്ങൾ എന്നൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നത് തെറ്റാണ്. അവിടെ ഉള്ളതെല്ലാം അമേരിക്കയുടെയാണ്. അപ്പോൾ നൂർഖാൻ എയർബേസ് നമ്മൾ തവിട് പൊടിയാക്കി ഉഴുതുമറിച്ചിട്ട് ഇപ്പോഴും ആ റൺവേകൾ നന്നായിട്ടില്ല എന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നത്. അവിടെ ആക്രമണത്തിനിരയായി തകർക്കപ്പെട്ടത് അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങളാണ്. അമേരിക്കയ്ക്ക് പുറത്തു പറയാൻ വയ്യ. ഒരുപാട് അമേരിക്കൻ ഭടന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള അഭ്യൂഹവുമുണ്ട്. അമേരിക്കയ്ക്ക് പുറത്തു പറയാൻ വയ്യ. കിരാന ഹിൽസിൽ പാകിസ്ഥാൻ്റെ ഇതെന്ന വ്യാജേന സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ആണവായുധങ്ങളാണ്. അമേരിക്കയ്ക്ക് ആണവശേഷി ഇല്ല എന്ന് JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, അതായത് ഈ പോക്ക് പോയാൽ യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ ലോകത്തിൽ ആണവായുധം സ്വന്തമായിട്ടുള്ള ആദ്യത്തെ രാജ്യമായി മാറുമെന്ന് JD വാൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ആണവായുധം ഉണ്ടെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. സ്വന്തമായി ആണവായുധങ്ങളുള്ള ആദ്യത്തെ ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ JD വാൻസ് പറയുന്നു ആണവായുധമുള്ള ആദ്യത്തെ രാജ്യമായി ബ്രിട്ടൻ മാറുമെന്ന്, ഇസ്ലാമിക രാജ്യമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്. അതാണ് CIA ഏജന്റ് പറഞ്ഞത്, പാകിസ്ഥാൻ്റെ ആണവായുധമൊന്നുമില്ല, ഉള്ളത് അമേരിക്കയുടെയാണ്. അമേരിക്ക ഇങ്ങനെ തുർക്കി ഉൾപ്പെടെ പല അമേരിക്കയുടെ നാറ്റോ സഖ്യരാജ്യങ്ങളിലും അമേരിക്കയുടെ ആണവായുധ ശേഖരം കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ നോൺ നാറ്റോ രാജ്യമായ അമേരിക്കയുടെ അടിമ രാജ്യമായ പാകിസ്ഥാനിലും വെച്ചിട്ടുണ്ട്. അതാണ് കിരാന ഹിൽസിലുണ്ടായിരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അതിൻ്റെ വാതിൽക്കൽ കൊണ്ട് ബ്രഹ്മോസ് അടിച്ചത്. അങ്ങനെ ബ്രഹ്മോസ് പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ ഭൂമിക്കടിയിലുള്ള ബങ്കറിലുണ്ടായിരുന്ന അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതും അമേരിക്കക്കാരായിരിക്കാം. അപ്പോൾ അമേരിക്കയ്ക്ക് മെയ് 9 കിട്ടിയ പ്രഹരം അമേരിക്കയുടെ നിലപാടുകളെ ആക്കി മാറ്റിയിരിക്കുന്നു. ട്രംപിനെ ക്ഷുഭിതനാക്കിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടിച്ചത് പാകിസ്ഥാനാണെങ്കിലും കൊണ്ടത് അമേരിക്കയ്ക്കാണ് എന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായതെന്ന് ലോകത്തെമ്പാടുമുള്ള ഡിഫൻസ് സൈറ്റുകൾ വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണ് പ്രതിരോധ സൈറ്റുകളിൽ വരുന്ന വിലയിരുത്തലുകൾ. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ആണ് നൂർഖാൻ എയർബേസ് എന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു, കിരാനയിൽ ഉണ്ടെന്ന് അറിയാമായിരുന്നു. എന്നാൽ അമേരിക്ക വെളിപ്പെടുത്താത്തതാണ്. അവിടെ അടിച്ചുകൊണ്ട് ലോക പോലീസുകാരൻ്റെ മുന്നിൽ ഒരു കസേര വലിച്ചിട്ട് ഇന്ത്യ ഇരുന്നതാണോ ഇപ്പോൾ അമേരിക്കയ്ക്ക് പെട്ടെന്നുണ്ടായ മനംമാറ്റത്തിന് കാരണം എന്ന് വേണം കരുതാൻ സാറേ. മാത്രമല്ല പല തലത്തിൽ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, നമ്മൾ കണക്ട് ചെയ്ത് ആലോചിക്കുകയാണ്. അതെ, വീണ്ടും അത് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് പല തലത്തിൽ പ്രാധാന്യമുണ്ട്. ഒന്ന്, ഇത് വളരെ ശരിയാണ്, അത് ന്യായമാണ് താനും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാർഗിൽ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന്, അന്നത്തെ വാജ്പേയി നേരിട്ട് ചെന്നിട്ട് ഇന്ത്യയുടെ ഒരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. നമ്മുടെ ആണവ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ്റെ കയ്യിലും ആണവായുധം ഉണ്ട് എന്നൊരു ഈ തെറ്റിദ്ധാരണ പരന്ന കാലത്ത് ഇന്ത്യ അത് വിശ്വാസത്തിലെടുത്ത് ചെന്ന് പറഞ്ഞതാണ്, ആണവായുധങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തിനാണ്, അത് പരസ്പരം മനുഷ്യനെ കൊല്ലാനുള്ളതല്ല.
എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയി സാക്ഷാൽ പാകിസ്ഥാനിൽ പോയി സന്ദർശനം നടത്തിയല്ലോ. അല്ല, ലാഹോറിലേക്ക് ബസ് യാത്ര ഞാൻ പറഞ്ഞ ആ ഒരു മാതൃക നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അറിവ്, പുതിയ ബോധം ഈ അന്ന് തന്നെ സംശയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഇതൊക്കെ സ്വന്തമായി ആർജിക്കാൻ കഴിയുന്നുണ്ടോ, അതെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഒട്ടി നിന്ന് ആരുടെയെങ്കിലുമൊക്കെ സൗകര്യം തേടി പരാതങ്ങളെപ്പോലെ ഉണ്ടാകുന്ന സൗകര്യങ്ങളല്ലാതെ. കാരണം പാകിസ്ഥാൻ സ്വന്തം നിലയിൽ ശാസ്ത്രീയ ഗവേഷണ രംഗത്തോ സൈനിക രംഗത്തോ എക്സാക്ട്ലി എന്തെങ്കിലും സംഭാവന ചെയ്ത് നമ്മൾ കാണണ്ടേ. അതായത് ആണവശേഷിയുള്ള ലോകത്തെ മറ്റു രാജ്യങ്ങളെല്ലാം സ്പേസിന്റെ കാര്യത്തിൽ മറ്റ് സാങ്കേതിക രംഗത്ത് എല്ലാം വലിയ കുതിച്ചുചാട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അനുഭവം ഉണ്ടെന്ന് പറയുന്നു. എന്താ ബാക്കിയെല്ലാം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല സാറേ. വളരെ മോശം നിലയിലാണ്. അവരുടെ അജണ്ടയിൽ ഇന്ന് വരെ സ്വന്തം രാജ്യം എന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ടില്ല. രാജ്യത്തെക്കാൾ മീതെ അവർക്കുണ്ടായിരുന്നത് മതം എന്ന കൺസെപ്റ്റാണ്. മതത്തിന്റെ പുറത്തുണ്ടായ ഒരു രാജ്യത്തിന്റെ ജെനറ്റിക് ഡിഫക്റ്റാണ് ആ രാജ്യത്തിന് ഇന്നും ഉള്ളത്. 47 തൊട്ട് ഇന്ത്യയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും സുനിൽ സാറും അയൽക്കാരായ ഒരു രാജ്യത്ത് ഒരേ രാജ്യത്തിന്റെ പൈതൃകം പങ്കിട്ട് ഒരേ വായു ശ്വസിച്ച് ഒരേ വെള്ളം കുടിച്ച് ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ സംസ്കാരം പങ്കിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് ഒരു കടുത്ത ഒരു കാടൻ എന്ന് പറഞ്ഞാൽ കാടന്മാർ പൊറുക്കൂല നമ്മളോട്. അത്തരം ഒരു നയം കൊണ്ടുവരികയാണ്. അതായത് വിശ്വാസപരമായി നമ്മൾ രണ്ട് വിഭാഗക്കാരായതുകൊണ്ട് രണ്ട് ദേശക്കാരാണ്. ഇതാണല്ലോ ദ്വിരാഷ്ട്രവാദം. നമ്മളിത് പറയുമ്പോൾ ഒരു പുതിയ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഫീൽഡ് മാർഷൽ അസിം മുനീർ വീണ്ടും അമേരിക്കയ്ക്ക് പോവാണ്. ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അയാളെ ഉച്ചഭക്ഷണത്തിന് വിളിച്ചു. പാകിസ്ഥാനിലെ പട്ടാള മേധാവി. അട്ടിമറി പ്രതീക്ഷിക്കും. പാകിസ്ഥാൻ ഇപ്പോൾ വിളിച്ചിരിക്കുന്നതിന്റെ കാരണം ജനറൽ മൈക്കിൾ കരീല എന്ന് പറയുന്ന അവരുടെ സെൻട്രൽ കമാൻഡിന്റെ ജനറൽ റിട്ടയർ ചെയ്യാണ്. ആ റിട്ടയർമെന്റ് ചടങ്ങിന് യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അസിം മുനീർ വീണ്ടും പാകിസ്ഥാനിലേക്ക് പോകുന്നു. വല്ലാത്ത അവസ്ഥയാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ക്രൈസിസ് വരുമ്പോഴൊക്കെ അവിടെ ഒരു പട്ടാള അട്ടിമറി വരാറുണ്ട്. ഒരു പക്ഷേ ജനാധിപത്യ ഭരണക്രമം, ജനാധിപത്യം എന്ന് പേരിനെങ്കിലും വിളിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗവൺമെന്റ് അവിടെ ഉണ്ടല്ലോ, അത് അട്ടിമറിക്കാനുള്ള ശ്രമം കൂടി പലപ്പോഴും സിയാവുൽ ഹക്കുമാർ ആവർത്തിക്കപ്പെട്ടതുപോലെ ഒരു അസീം മുനീറിനെ നമുക്ക് പ്രതീക്ഷിക്കണം ഈ സമയത്ത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോ ഈ ഇദ്ദേഹത്തെ എന്താണ് നമ്മുടെ ക്രിക്കറ്റർ ഇമ്രാൻ ഖാൻ ജയിലിൽ അടച്ചിട്ട് 2 കൊല്ലമായി ഇന്നലത്തേക്ക്. PTP വലിയ സമരം. ഇമ്രാൻ ഖാന്റെ അനുയായികള് പാകിസ്ഥാൻ തഹ്രീക്ക് പാർട്ടി, അതെ, അവര് വലിയ സമരത്തിലാണ്. പാകിസ്ഥാൻ പൊരുതിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനികൾക്കെതിരായിട്ടാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിന്ധികൾ പോരാട്ടത്തിലാണ്. ലാഹോറികൾ മീൻസ് അവിടുത്തെ പഞ്ചാബികൾ പോരാട്ടത്തിലാണ്. പാകിസ്ഥാൻ കാശ്മീർ അവർക്കെതിരായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് അവർക്ക് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കാൻ നേരം ഉണ്ടാവുക? അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോഴും ഒരു രാജ്യമായി സ്വയം ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു രാജ്യമാണ്. അതിന്റെ ക്രൈസിസ് അവർക്കുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ചില സ്പെക്കുലേഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ അസിം മുനീർ ഇപ്പോൾ വീണ്ടും പോകുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാവുന്നു. നമ്മൾ ചൈനയോട് അടുപ്പം കാണിക്കുന്നു. റഷ്യയിലേക്ക് മോദിയുടെ പ്രതിനിധി അജിത് ഡോവൽ മോദി പോകുന്ന പോലെ തന്നെയാണ് പോകുന്നു. ഇതെല്ലാം കൂടെ നടക്കുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് അസിം മുനീർ അങ്ങോട്ട് പോകാനൊരു കാരണമാണ് മൈക്കിൾ കരീലയുടെ യാത്രയപ്പ്. അവിടുത്തെ പാകിസ്ഥാനിലെ ഒരു പട്ടാള ഡിവിഷനാണ്. ആ ഡിവിഷന്റെ ജനറൽ യാത്രയപ്പ് കൊടുക്കുന്നതിന് പാകിസ്ഥാന്റെ പട്ടാള മേധാവി പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ലോകത്തോട് പറയാൻ ഒരു കാരണമുണ്ടാക്കി അങ്ങോട്ട് പോകുന്നു. ഒരു പക്ഷേ ട്രംപിന്റെ മൗനാനുവാദത്തോടെ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ. ഞാൻ അതിന് കാണുന്ന ഒരു സ്ട്രാറ്റജിക്കൽ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ചില സ്റ്റെപ്പുകൾ അടുത്ത കാലത്ത്. ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ സമ്മിറ്റിന് പോകുന്നു. ചൈനയും റഷ്യയും ജപ്പാനുമായി ഇന്ത്യ വലിയ തോതിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ തീർച്ചയായിട്ടും പാകിസ്ഥാൻ പുതിയ കാലത്ത് ഇന്ത്യയോടുള്ള ശത്രുത മുതലെടുത്തിട്ട് ചൈനയുടെ സഹായം തേടിക്കളയാം, ചൈനയുടെ സംരക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചൈന. പാകിസ്ഥാൻ അല്ല, പാകിസ്ഥാനെ ചൈന വിട്ടു. അതാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. കാരണം ഇത് കഴിഞ്ഞ അമേരിക്കയുമായി ഇത്ര അടുപ്പം കാണിച്ചതോടെ ചൈന പാകിസ്ഥാനെ ഏതാണ്ട് വിട്ടു കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ പറയുന്നത്. അതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ പോക്ക്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ചൈനയില്ല, പഴയ അമേരിക്ക തന്നെ ഞങ്ങൾ കൂട്ടുചേർത്ത് പിടിക്കുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷെ ഓർക്കേണ്ടത് മുട്ടിൻ്റെ കാലിൽ നേരെ നിൽക്കാൻ ശേഷിയില്ലാത്ത ഈ പാകിസ്ഥാൻ പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞ, സ്വന്തം നാട്ടുകാർക്ക് വേണ്ടാത്ത, കഴിഞ്ഞ ദിവസം അമേരിക്കൻ കോടതി ട്രംപിനെതിരെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനത ട്രംപിനെതിരെ സമരം ചെയ്യുകയാണ്, പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിനെ ഒരു കോമാളി ആയിട്ട് ലോകം വിലയിരുത്തുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.